നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷ് ക്ലാസിക് ബ്രെഡ് ബട്ടർ പുഡിംഗ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: പാല് വേണം. അത് 1.5 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ്. അപ്പോൾ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ പാലിലേക്ക് ഞാൻ 1.25 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര നമ്മൾ മുട്ട മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് വേണ്ടത് ബ്രെഡ് വേണം നമുക്ക്. ബ്രെഡ് അതിൻ്റെ ഉള്ളിൽ ബട്ടർ തൂക്കണം. ബട്ടർ ഇങ്ങനെ തൂത്തിട്ട് മറ്റൊരു സ്ലൈസ് ബ്രെഡും അതിലേക്ക് വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. പിന്നെ വേണ്ടത് മുട്ടയാണ് വേണ്ടത്, പഞ്ചസാര, ബട്ടർ, വാനില എസൻസ്, കിസ്മിസ്, സിനമൺ പൗഡർ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് ബ്രെഡ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ സെറ്റ് ചെയ്യുക. ഇനി അടുത്തത് ബ്രെഡെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ തിളപ്പിച്ച ചെറു ചൂടുള്ള പാല് നമ്മൾ ഈ ബ്രെഡിലേക്ക് ഒഴിക്കണം. ഏകദേശം അത് ഒരു 90% മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആ പാൽ ഒഴിക്കണം. ഇതിന് ഇനി ഒരു 15 മിനിറ്റ് നമ്മൾ ഒന്ന് സെറ്റായി വെക്കുക. അപ്പോൾ ഈ ബ്രെഡെല്ലാം നല്ലപോലെ കുതിർന്ന് ഈ പാല് ബ്രെഡിൽ നല്ലപോലെ സോക്കായി കുറച്ച് തിക്കായിരിക്കും. അപ്പോൾ നമ്മൾ ബ്രെഡ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് അതിൽ മിക്സ് ചെയ്യാനുള്ള മുട്ട, ഞാനൊരു 6 മുട്ടയാണ് എടുക്കുന്നത്. കോഴിയുടെ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ആ മുട്ടയിലേക്ക് അര കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, അത് ഒരു വയർ വിസ്ക് വെച്ചിട്ട് നമുക്ക് വിസ്ക് ചെയ്തെടുക്കുകയോ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പൾസ് മോഡിലിട്ട് എടുക്കുകയോ ചെയ്യാം. നമ്മൾ സാധാരണ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് വാനില എസൻസ് മിക്കവാറും ഉള്ള പുഡിങ്ങിൽ ചേർക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മുട്ട ചേർത്തുണ്ടാക്കുന്ന പുഡിങ്ങുകളിൽ വാനില എസൻസ് ചേർക്കുമ്പോൾ ആ മുട്ടയുടെ ഒരു ചെറിയ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി കിട്ടും. പിന്നെ ഇതിനകത്തേക്ക് ഒഴിക്കും. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ കറുത്ത കിസ്മിസ് ആദ്യം കുറച്ച് ഇതിൻ്റെ മുകളിൽ വെതറിയതിന് ശേഷം നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിന് ചുറ്റിനും ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. പറയാം. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച മുട്ട ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തോട്ടും ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കത്തിക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ മുട്ട പാലുമായിട്ട് നല്ലപോലെ മിക്സ് ആവും. നമ്മൾ ഒരുപാട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് മൊത്തം പൊടിഞ്ഞു പോകും. അത് വേണ്ട, അത്യാവശ്യം കുറച്ച് ഭാഗം മാത്രം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മുട്ടയും ബ്രെഡും കിസ്മിസും പാലും എല്ലാവരും മിക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്കിടാനുള്ള ബാക്കി കിസ്മിസ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ സിനമണിൻ്റെ പൗഡർ ഇടുന്നുണ്ട്. സിനമണിൻ്റെ പൗഡർ വളരെ ടേസ്റ്റിയാണ്, വളരെ ഫ്ലേവർഫുള്ളുമാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 2-3 ടീസ്പൂൺ ബട്ടർ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇടുക. ഇത് അപ്പോൾ ഈ ബട്ടർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞുള്ള ഗുണം നമ്മൾ ബേക്ക് ചെയ്യുമ്പം ബ്രെഡ് പുഡിങ്ങിന് നല്ല കളർ കിട്ടും.
ഇനി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു ഇതുണ്ട്, കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്. അത് ഒരുപാട് വേണ്ട, അവിടെയും ഇവിടെ ആയിട്ട് ഒരു 2-3 എണ്ണം ജസ്റ്റ് വിട്ടു കൊടുത്താൽ നമ്മളത് ബേക്ക് ചെയ്തതിന് ശേഷം നല്ല കളറ് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെ, അല്ലെങ്കിൽ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളറായിരിക്കും, നല്ല ക്രിസ്പായിട്ട് കിട്ടും. അതുവരെ നമ്മൾ ബേക്ക് ചെയ്യണം. ഇനി നമുക്കത് ബേക്ക് ചെയ്യാം. ഓവനിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ 40 മിനിറ്റ് നമ്മൾ ബ്രെഡ് പുഡിങ് ബേക്ക് ചെയ്ത് അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓവൻ തുറന്ന് നോക്കാം. വാ, ഞാൻ നേരത്തെ നിങ്ങളോട് ഇത് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞ മാതിരി നല്ല ക്രസ്റ്റായി, നല്ല കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്.